Okay, next topic, electric field lines and inverse square law ആണ്. ഇപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ നമുക്ക് എന്താണെന്ന് അറിയാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. കൂളംസ് ലോ വെച്ചിട്ട് അല്ലേ. ഈ കൂളംസ് ലോൻ്റെ ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയാം. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയാം. ഈ ഇൻവേഴ്സ് സ്ക്വയർ ലോ എങ്ങനെയാണ് നമുക്ക് ഫീൽഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് മനസ്സിലാവുക എന്നാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഫീൽഡ് ലൈൻസിൻ്റെ കൂട്ടം, ഓക്കെ, പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫീൽഡ് ലൈൻസിൻ്റെ ഒരു വ്യൂ ആണ്. ഒരു ഭാഗം മാത്രമേ ഞാൻ വരയ്ക്കണുള്ളൂ. ഇത് ശരിക്കും ഫുൾ പാർട്ട് ഞാൻ വരയ്ക്കണില്ല, ഒരു പാർട്ട് മാത്രമേ വരയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫീൽഡ് ലൈൻസാണ് ഇപ്പോൾ ഞാൻ വരച്ചിട്ടുള്ളത്. ഇത് ശരിക്കും 3 ഡയമെൻഷണലാണ്. ഇങ്ങനെയാണ് പോകുന്നത്, ഒരു കോൺ പോലെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ 3 ഡയമെൻഷനലി പോകുന്ന ഈ ഫീൽഡ് ലൈൻസ് ഞാൻ 2 സ്പെഷ്യലായിട്ടുള്ള സർഫസസ് വരയ്ക്കാണ്. ഇവിടെ 2 പോയിന്റ് മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ പോയിന്റിന് ഞാൻ P1 എന്നും രണ്ടാമത് കുറച്ച് ദൂരത്തുള്ള പോയിന്റിനെ P2 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ P1 എന്നുള്ള പോയിന്റിൽ ഡെൻസിറ്റി കൂടുതലാണ്, റിലേറ്റീവ് ഡെൻസിറ്റി. P2 എന്നുള്ള പോയിന്റിൽ റിലേറ്റീവ് ഡെൻസിറ്റി കുറവാണ് എന്നുള്ളത് കൊണ്ട് P2ൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറയുമെന്ന് കിട്ടും. പക്ഷേ ആ കുറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ രീതിയിലാണ് കുറയുക എന്നുള്ളത് കിട്ടണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതെങ്ങനെ കിട്ടാൻ നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഈ P1ലൂടെ കടന്നു പോകുന്ന ഒരു സർക്കുലാർ ഏരിയ, ഇത് സർക്കുലാർ ഏരിയ എടുക്കാൻ കാരണം 3 ഡയമെൻഷണലാണ്. സർക്കുലർ ഏരിയ എടുത്തു. സിമിലർലി P2 കുറച്ചും കൂടി ദൂരത്തുള്ള P2ലൂടെ കടന്നു പോകുന്ന വേറൊരു സർക്കുലർ ഏരിയയും കൺസിഡർ ചെയ്തു. ഓക്കെ, ഇത് രണ്ടും ഇമാനേറ്റ് ചെയ്യുന്ന ഒരു സോളിഡ് ആംഗിൾ എന്നാണ്. സോളിഡ് ആംഗിൾ ഒമേഗയാണ്. ഈ P1ലേക്കുള്ള ഡിസ്റ്റൻസ് R1, P2 എന്നുള്ള പോയിന്റിലേക്ക് ഈ ചാർജ് എന്നുള്ള ഡിസ്റ്റൻസ് R2. ഇത്രയാണ് നമുക്കറിയണം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒമേഗ R തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാൻ പറ്റും. എന്താണ് സോളിഡ് ആംഗിൾ? ഞാൻ അതിന് പ്രത്യേകം എടുക്കുകയാണ്. സോളിഡ് ആംഗിളായിട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സോളിഡ് ആംഗിളിനെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, ആ സോളിഡ് ആംഗിൾ ഒമേഗ ആണെങ്കിൽ ഇത് R ആണെന്നുണ്ടെങ്കിൽ ഈ ഏരിയ A ആണെന്നുണ്ടെങ്കിൽ, ഇതൊരു നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. ഒമേഗ ഈക്വൽ ടു A/R സ്ക്വയർ. ഒമേഗ ഈക്വൽ ടു A/R സ്ക്വയർ ആണ്. ഒമേഗൻ്റെ യൂണിറ്റ് സ്റ്റെറേഡിയൻ ആണ്, അതിൻ്റെ SI യൂണിറ്റ് സ്റ്റെറേഡിയൻ ആണ്. അപ്പോൾ ഒമേഗ കണ്ടുപിടിക്കുന്നത് A/R സ്ക്വയർ വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇവിടുത്തെ കേസിൽ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫസ്റ്റത്തെ കേസ് അറ്റ് P1 നമുക്ക് എന്താ എഴുതാൻ പറ്റുക? P1ൻ്റെ സ്ഥലത്ത് ഒമേഗ ഈക്വൽ ടു P1ലെ ഏരിയ ഞാൻ A1 എന്ന് എടുക്കുകയാണ്. സോ A1/R1 സ്ക്വയർ. ഇനി സിമിലർലി P2 എന്നുള്ള സ്ഥലത്തുള്ള അറ്റ് P2 നോക്കുകയാണെങ്കിൽ ഒമേഗ തന്നെയാണ്, പക്ഷെ അത് A2/R2 സ്ക്വയർ ആണ്. അപ്പോൾ A1/R1 സ്ക്വയറും A2/R2 സ്ക്വയറും ചെയ്താൽ നമുക്ക് സെയിം ആയിട്ടുള്ള ആംഗിളാണ് കിട്ടുക. എന്നാൽ ഇത് രണ്ടും ഒരേ ആംഗിൾ തന്നെയാണ് വരുന്നത്, മനസ്സിലായില്ലേ. ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ഒമേഗ തന്നെയാണ് കിട്ടുക, ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലും ഒമേഗ തന്നെയാണ് കിട്ടുക എന്നുള്ളത്. രണ്ടും ഒമേഗയും സെയിം ആയതുകൊണ്ട് നമുക്ക് A1/R1 സ്ക്വയർ ഈക്വൽ ടു A2/R2 സ്ക്വയർ എന്ന് എഴുതാം. ഇനി വേറൊരു കാര്യം നമുക്ക് പറയാൻ പറ്റുന്നത്, ഇതിലുള്ള ഈ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം, ഇതിലിപ്പോൾ നമുക്ക് ഇതിലൂടെ കവർ ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം N ആണെങ്കിൽ, ഈ N ഫീൽഡ് ലൈൻസ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ A2ലൂടെയും കവർ ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം സെയിം ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഇൻ A1 അല്ലേ ഈക്വൽ ടു നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഇൻ A2. 2 ഏരിയയിലൂടെയുള്ള ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം സെയിം ആണ്. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് A1ലൂടെ ഉള്ളതും നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് A2ലൂടെ ഉള്ളതും സെയിം ആണ്. അപ്പോൾ
A1-ലൂടെയുള്ള ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫീൽഡ് ലൈൻസിന് ഒരു ഡെൻസിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പെർ ഏരിയ അല്ലേ, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പെർ ഏരിയ എന്നുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പെർ ഏരിയ എന്നുള്ളത് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ റിലേറ്റീവ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് അല്ലേ. ശരിക്കും ഫീൽഡ് ലൈൻസിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പെർ ഏരിയ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു ഫീൽഡ് ലൈൻസിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഫീൽഡ് ലൈൻസിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്തിനെ സൂചിപ്പിക്കുന്നു? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ദിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അല്ലെങ്കിൽ ഈ തന്നെ പറഞ്ഞാലും മതി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ ഈ എന്ന് പറയുന്നത്. നോക്കാം, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഞാൻ ആയിട്ട് P1 നോക്കുകയാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിട്ട് P1 നോക്കുകയാണെങ്കിൽ എന്താണ് കിട്ടുക? ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് n ആണെന്ന് വിചാരിക്കുക. ഞാനിതിനെ രണ്ടും സെയിം ആയതുകൊണ്ട് ഞാൻ n കാണിക്കുകയാണ്. n ഡിവൈഡഡ് ബൈ, ഞാൻ ഈക്വൽ ടു എന്ന് കൊടുക്കുന്നത് ശരിക്കും പ്രൊപ്പോർഷണൽ ടു എന്നാണ് എഴുതേണ്ടത്. ഞാൻ പ്രൊപ്പോർഷണൽ ടു തന്നെ എഴുതാം. ഈസ് പ്രൊപ്പോർഷണൽ ടു അല്ലേ, മാഗ്നിറ്റ്യൂഡ് ഇതിന് പ്രൊപ്പോർഷണലാണ്. ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ A1 ആണ്. ഓക്കെ, ഇനി അപ്പോൾ സിമിലർലി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇതിന് n/A2. ഇത് നമുക്ക് കിട്ടി. പക്ഷേ ഇവിടുന്ന് ഇക്വേഷൻ 1 നമുക്ക് നോക്കാം, A1/R1² ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, അല്ലെങ്കിൽ A1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R1². ഇവിടുന്ന് A2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R2². ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അപ്പോൾ അത് ഇവിടെ കൊടുത്താൽ EP1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n/A1 ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? R1². സിമിലർലി ഈ P2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n/R2². മനസ്സിലായിട്ടോ? അപ്പോൾ ഈ R1² ഇവിടെ R2² എന്ന് വന്നു. n രണ്ടാൾക്കും സെയിം ആയതുകൊണ്ട് രണ്ടാളുടെ n സെയിം ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അതർ ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി റിലേറ്റീവ് ഡെൻസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ റിലേഷൻ അറിയുന്നതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റിലുള്ളത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² എന്നുള്ളത് കിട്ടി. അത് ആ സോളിഡ് ആംഗിളിൻ്റെയും കൂടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ ഫീൽഡ് ലൈൻസും ഇൻവേഴ്സ് സ്ക്വയർ ലോവും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാവുന്നതോട് കൂടെ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി ആയിട്ട് എന്തുകൊണ്ട് മാഗ്നിറ്റ്യൂഡിന് എടുക്കണമെന്നും കൂടി കിട്ടും. അതായത് മൊത്തത്തോടെ ഇൻവേഴ്സ് സ്ക്വയർ ലോ തന്നെ നമുക്ക് ഇതിൻ്റെ ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസിന് ഡിറൈവ് ചെയ്യാൻ പറ്റി. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് a dipole placed in uniform electric field. A dipole placed in uniform electric field. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. കാരണം ഈ ഡെറിവേഷനും ഇതിൻ്റെ ഫിഗറിനും ഇതിൻ്റെ കൺസെപ്റ്റിനും ഒക്കെ എല്ലാ വർഷവും ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാവും. നമ്മൾ ന്യൂമറിക്കൽസ് ആണെങ്കിലും ശരി, ഇതിൻ്റെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ശരി, ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ശരി, ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ കൺസെപ്റ്റുകൾ ക്ലാസ് ആയിട്ട് നമ്മൾ തിയറി ആയിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. ആ തിയറി തറയതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ വെച്ചാൽ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ പെരുമാറ്റം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഓൾറെഡി കണ്ടു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഇക്വി ഡിസ്റ്റൻറ്റ് പാരലൽ ലൈൻസ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഇക്വി ഡിസ്റ്റൻറ്റ് പാരലൽ ലൈൻസ് ആയിട്ടാണ് കാണിക്കുക. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഞാനൊരു ഡൈപോളിനെ വെച്ചു. ഇവിടെ -q, ഇവിടെ +q. നമുക്ക് ഈ ലൈനുമ്പോൾ തന്നെ വെക്കണം എന്നില്ല, അല്ലാതെയും വെക്കാം, നമുക്ക് ഡയറക്ഷൻ കിട്ടിയാൽ മതി. ഒരു നെഗറ്റീവ് ചാർജിൻ്റെ പ്രത്യേകത, ഈ -q +q തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് 2a ആണ്. ഡൈപോൾ മൊമെൻ്റ് എന്നുള്ള വെക്ടർ ഇതാണ്.
ഇവിടെ ഈ നെഗറ്റീവ് ടു പോസിറ്റീവ് ആയതുകൊണ്ട് ആ ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, സോ എ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ അല്ലേ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് with the angle made by the dipole moment and dipole moment ആണ് P and electric field being theta. ഈ ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡ് തമ്മിലുള്ള ആംഗിൾ ഉണ്ടാക്കുന്നത് എത്രയാണ്? തീറ്റ. ഇനി നമുക്ക് ഈ പ്ലസ് ക്യൂവിൽ ഈ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ പ്ലസ് ക്യൂ എന്നുള്ള ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചതുകൊണ്ടുള്ള എഫക്റ്റ് കൊണ്ട് അതിന് എന്ത് ഫോഴ്സാണ് കിട്ടുക? ആ ഫോഴ്സ് QE ആണ്. കാരണം നമുക്ക് പ്ലസ് ചാർജ് ക്യൂ എന്നുള്ള ചാർജ് വെച്ചാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ F/Q, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ F = QE അല്ലേ? അപ്പോൾ ഫോഴ്സ് ഓൺ ചാർജ് പ്ലസ് ക്യൂ ഈക്വൽ ടു QE ആണ്. ഫോഴ്സ് ഓൺ ചാർജ് പ്ലസ് ക്യൂ ഈക്വൽ ടു QE ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ പ്ലസ് ചാർജ് ആയതുകൊണ്ട് ഡയറക്ഷൻ വിൽ ബി എലോങ് ഓർ ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഡയറക്ഷൻ എന്താണ്? സെയിം ആസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീൻ്റെ ഡയറക്ഷൻ. ഇനി മൈനസ് ക്യൂ എന്നുള്ള ചാർജിൻ്റെ മേലുള്ള ഫോഴ്സാണ് നോക്കുന്നത്. മൈനസ് ക്യൂ എന്നുള്ള ചാർജിൻ്റെ മേലുള്ള ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട്. പക്ഷെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് QE തന്നെ ആയിരിക്കും. കാരണം മൈനസ് ക്യൂ തന്നെയാണ്, ഡൈപോൾ അല്ലേ, സെയിം ചാർജാണ്. അപ്പോൾ QE എന്നുള്ള ഫോഴ്സ് തന്നെയാണ് ഉണ്ടാവുക. ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ടു E. അപ്പോൾ ഇത് സെയിം ആസ് E ആണ് ഇതിൻ്റെ ഡയറക്ഷൻ, ഇത് ഓപ്പോസിറ്റ് ടു E ആണ് ഇതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട്, ഒന്ന് QE, രണ്ടാമത്തതും QE. അപ്പോൾ രണ്ട് ഈക്വൽ ഫോഴ്സസ് ആണ്, പക്ഷേ രണ്ട് ഈക്വൽ മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ രണ്ട് ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള വെക്റ്റേഴ്സ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഞാൻ ഇങ്ങനെ കാണിക്കാൻ കാരണം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ മാറ്റർ ചെയ്യുക. അപ്പോൾ സെപ്പറേറ്റഡ് ബൈ എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദിസ് ഫോംസ് എ കപ്പിൾ. അതായത് ഈ രണ്ട് ഫോഴ്സിനെ നമ്മൾ കപ്പിൾ എന്നാണ് വിളിക്കുക, കാരണം ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സിനെ നമ്മൾ കപ്പിൾ എന്നാണ് വിളിക്കുക. അപ്പോൾ F പ്ലസ് ക്യൂ ആൻഡ് F മൈനസ് ക്യൂ ഫോം എ കപ്പിൾ. ഇവർ രണ്ടുപേരും കൂടെ ഒരു കപ്പിൾ ഫോം ചെയ്യും. ഓക്കെ, ഈ കപ്പിൾ ഫോം ചെയ്യുമ്പോൾ കപ്പിളിൻ്റെ ടോർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു കാര്യം മനസ്സിലാക്കുക, രണ്ട് ഫോഴ്സ് ഈക്വലും ഓപ്പോസിറ്റുമാണ് രണ്ട് ഫോഴ്സ്. അത് രണ്ടും ഒരു ലൈനിലാണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യില്ല. ഒരു കുറച്ച് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ അതിന് റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ റൊട്ടേറ്റിംഗ് എഫക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ടും ഈക്വലും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? ഓൺ ദ ഡൈപോൾ, നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ F നെറ്റ് അല്ലേ, നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ ഈക്വൽ ടു 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഡൈപോളിൻ്റെ മേലുള്ള നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. രണ്ടും ക്യാൻസൽ ചെയ്യും, QE മൈനസ് QE അല്ലേ? അപ്പോൾ നെറ്റ് ഫോഴ്സ്, ഡൈപോളിൻ്റെ മേലെ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രാൻസ്ലേഷണൽ മോഷൻ ഇയാൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നോ ട്രാൻസ്ലേഷണൽ മോഷൻ. എന്താണ് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ ഫുള്ളായിട്ടൊരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല. നിന്നിടത്ത് നിന്ന് കറങ്ങണ എന്തുകൊണ്ടാണ്? ടോർക്ക് ഉള്ളത് കൊണ്ടാണ്. നോ ട്രാൻസ്ലേഷണൽ മോഷൻ. അതിക്ക് റൊട്ടേഷണൽ മോഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ പ്യുവറായിട്ട്. അതെന്തുകൊണ്ടാണ്? ടോർക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ടോർക്ക് ഡ്യൂ ടു എ കപ്പിൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ടോർക്ക് ഡ്യൂ ടു എ കപ്പിൾ ടോ ഈക്വൽ ടു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. ടോ ഈക്വൽ ടു ഈ കപ്പിളിലെ ഏതെങ്കിലും ഒരു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്.
ഓക്കെ, ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ ഫിഗറിൽ ഇനി നമ്മൾ ഫിഗറിലേക്ക് തിരിച്ചു വരണം. ഈ ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ, രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി പെർപ്. ഇതിൽ നമുക്ക് ഫോഴ്സ് ഇപ്പോൾ ഓൾറെഡി രണ്ട് ഫോഴ്സും സെയിം ആണ്, അത് എത്രയാണ്? QE ആണെന്ന് അറിയാം. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ അറിയണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടാൻ, ഈ ഡിസ്റ്റൻസ് നമുക്കറിയില്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടാൻ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, ഹൈപ്പോട്ടിന്യൂസും നമുക്കറിയാം. ഹൈപ്പോട്ടിന്യൂസ് 2a ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഡി പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇവിടുന്ന് ഈ ട്രയാങ്കിളിൽ നിന്ന് സൈൻ തീറ്റ അല്ലേ നമ്മൾ എടുക്കുക. സൈൻ തീറ്റ ഈക്വൽ ടു ഡി പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ 2a ഓർ ഡി പെർപെൻഡിക്കുലർ ഈക്വൽ ടു 2a സൈൻ തീറ്റ അല്ലേ, ഇങ്ങോട്ട് എടുക്കുമ്പോൾ 2a സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് ആ ഡി പെർപെൻഡിക്കുലറിനും ക്യൂവും എഫിനും പകരം കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടോർക്ക് ഈക്വൽ ടു ഫോഴ്സിന് പകരം നമുക്ക് ഫോഴ്സിന് പകരം ഈ ഫോഴ്സ് അല്ല, നെറ്റ് ഫോഴ്സ് അല്ല, ഇതിൽ ഒരു ഇൻഡിവിജ്വൽ ഫോഴ്സാണ് എടുക്കേണ്ടത്. ആ ഫോഴ്സിന് പകരം QE എന്ന് കൊടുത്തു. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് പകരം 2a സൈൻ തീറ്റ എന്നും കൊടുത്തു. നമുക്ക് Q ഇൻറ്റു 2a ആരാ? ഡൈപോൾ മൊമെൻറ്റ്. സോ ഡൈപോൾ മൊമെൻറ്റ് PE സൈൻ തീറ്റ എന്ന് കിട്ടി. ഇതാണ് ടോർക്ക്. ആലോചിച്ചൊക്കെ PE സൈൻ തീറ്റ എന്നുള്ള ടോർക്കിനെ നമുക്ക് ഈ വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റുക? ടോ ഈക്വൽ ടു P ക്രോസ് E. P ക്രോസ് E. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ P ക്രോസ് E വന്നതെന്ന് വെച്ചാൽ Q ഇൻറ്റു ഈ 2a, ഈ വെക്റ്റർ അല്ലേ ഇത്, ഈ 2a എന്നുള്ള 2a എന്നുള്ളത് ഒരു R ആയിട്ട് എടുത്താൽ അതേ R തന്നെയാണ് ഇവിടെ, അതേ ഡയറക്ഷനിലാണ് P ഉള്ളത്. ശരിക്കും R ക്രോസ് F ആണ് നമ്മുടെ ടോർക്ക് വരേണ്ടത്. ആ R ക്രോസ് Fന് പകരം ഇവിടെ Rൻ്റെ അതേ ഡയറക്ഷനിലാണ് ഇതുള്ളത്, ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. അതുകൊണ്ട് P ക്രോസ് E വരും. അപ്പോൾ ടോ ഈക്വൽ ടു P ക്രോസ് E, ടോർക്ക് ഈക്വൽ ടു P ക്രോസ് E എന്ന ഇക്വേഷനാണ് കിട്ടുക. ഈ ഡെറിവേഷൻ ഇപ്പോൾ നമ്മൾ ബോർഡിൽ കാണുന്ന ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ് ബോർഡ് എക്സാമിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ പോയിന്റും കാര്യങ്ങളായിട്ട് മനസ്സിലാക്കി വെക്കുക, എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഓരോ പോയിന്റ്സിൽ നിന്നും ചിലപ്പോൾ ക്വസ്റ്റ്യനും വരും. അതായത് ഇവിടെ നോ ട്രാൻസ്ലേഷൻ മോഷൻ, നെറ്റ് ഫോഴ്സിൻ്റെ കാര്യം, ഈ ഫിഗർ വരച്ചിട്ട് കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാത്രം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇതിൻ്റെ വെക്റ്റർ ഫോം മാത്രം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതുകയെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ നമുക്ക് അറിയേണ്ടത്, ഒരു ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ആ ഡൈപോളിന് ടോർക്ക് കിട്ടും. ടോർക്ക് P ക്രോസ് E ആണ്, PE സൈൻ തീറ്റ ആണ്. ഇനി ആ ടോർക്ക് കാരണം അത് റൊട്ടേറ്റ് ചെയ്യും അല്ലേ, റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആലോചിച്ച് നോക്കേണ്ടത്, ഇയാൾക്ക് നെറ്റ് ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും അയാൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. നോ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. പക്ഷേ അയാൾ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിൽ ആവണം എന്നില്ല. പക്ഷേ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആവുന്ന പോയിന്റുകളുണ്ട് സൈൻ തീറ്റ 0 ആകുമ്പോൾ. ഓക്കെ, സൈൻ തീറ്റ 0 ആകുമ്പോൾ റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിലാണ് ആവുക. ആ റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിൻ്റെ കാര്യം സൈൻ തീറ്റ 0 ആവണം, തീറ്റ 0 ആകുമ്പോഴും തീറ്റ 180 ഡിഗ്രി ആകുമ്പോഴാണ്. അപ്പോൾ തീറ്റ 0 ആവണം, തീറ്റ 180 ഡിഗ്രി ആകുമ്പോൾ ഏത് തരത്തിലുള്ള ഇക്വിലിബ്രിയാണ് അറ്റൈൻ ചെയ്യാമെന്നും അത് കഴിഞ്ഞിട്ട് ആ ഇക്വിലിബ്രിയം പോയിന്റിന് അബൌട്ടായിട്ട് ഇത് ഓസിലേറ്റ് ചെയ്യണതിനെ പറ്റിയും അതിൻ്റെ ടൈം പീരീഡിനെ പറ്റിയൊക്കെ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 ഡിസ്കസ് ചെയ്യാം. ചില ബുക്കുകളിൽ NCERT-യിലല്ല, ചില ബുക്കുകളിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 തന്നെയാണുള്ളത്. അപ്പോൾ നമുക്കിതിന് പൊട്ടൻഷ്യൽ എനർജീൻ്റെ കൺസെപ്റ്റ് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 പൊട്ടൻഷ്യൽ എനർജി പഠിച്ചതിന് ശേഷം നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ ടോർക്കിൻ്റെ ഇക്വേഷൻസ് മാത്രം മനസ്സിലാക്കി വെക്കാം. ഇനി ഒരു കേസും കൂടെ, ഇതല്ലാത്ത വേറൊരു കേസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഈ പോർഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് എ ഡൈപോൾ ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എ ഡൈപോൾ ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോൾ വെച്ചാൽ, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ സ്ഥലത്തും കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഡൈപോളിനെ വെക്കുമ്പോൾ ഈ Q+Q ഉള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആവില്ല, -Q ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ F+Qൻ്റെ മാഗ്നിറ്റ്യൂഡും F-Qൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആവില്ല. അതുകൊണ്ട് തന്നെ നെറ്റ് ഫോഴ്സ് ഉണ്ടാവും, അത് 0 ആവില്ല. മനസ്സിലായിട്ടുണ്ടോ? നെറ്റ് ഫോഴ്സ് നേരത്തെ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയിരുന്നു. പക്ഷെ ഇവിടുത്തെ കേസിൽ നെറ്റ് ഫോഴ്സ് ഉണ്ടാവും, 0 ആവില്ല. അതുകൊണ്ട് തന്നെ നെറ്റ് ഫോഴ്സ് 0 ആവാത്തതുകൊണ്ട് തന്നെ ഇയാൾക്ക്
there will be translational motion. There will be translational motion. ഓക്കെ, മറ്റേ ആൾക്ക് റൊട്ടേഷൻ മാത്രമുള്ളായിരുന്നു, പക്ഷേ ഇയാൾക്ക് ട്രാൻസ്ലേഷൻ ഉണ്ടാവും. മാത്രമല്ല ഇവിടുത്തെ കേസിൽ നെറ്റ് ടോർക്കും സീറോ ആവില്ല. അപ്പോൾ there will be റൊട്ടേഷണൽ മോഷൻ ഓൾസോ, അല്ലേ? റൊട്ടേഷണൽ മോഷനും ഉണ്ടാവും. ട്രാൻസ്ലേഷൻ മോഷൻ മാത്രമല്ല ഉണ്ടാവുക, റൊട്ടേഷൻ മോഷനും ഉണ്ടാവും. അപ്പം നെറ്റ് ഫോഴ്സ് സീറോ അല്ല, അതുകൊണ്ട് തന്നെ there will be ട്രാൻസ്ലേഷണൽ മോഷൻ. നെറ്റ് ടോർക്ക് സീറോ അല്ല, അതുകൊണ്ട് there will be റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. നെറ്റ് ഫോഴ്സും സീറോ അല്ല, നെറ്റ് ടോർക്കും സീറോ അല്ല എന്നുള്ള കേസ് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് ഒരു ടോപ്പിക്കിലേക്ക് പോവാം. ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ള ടോപ്പിക്. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫ്ലക്സ്. ശരിക്കും ഇലക്ട്രിക് ഫ്ലക്സ് കൊണ്ട് ഉദ്ദേശിച്ച് നമ്മൾ വേറൊരു കാര്യം പറയാൻ വിട്ടത്, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ ചില ബുക്കുകളിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ അത് നല്ലൊരു യൂസേജ് അല്ല. കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനും ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനും നമുക്ക് ബന്ധം അങ്ങനെ ഡയറക്ഷൻ നേരിട്ട് പറയാൻ പറ്റും. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനും ഫോഴ്സിൻ്റെ ഡയറക്ഷനും ഒരേപോലെ അല്ല. അത് ക്രോസ് പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് കൊണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നുള്ള മൊത്തത്തോടെ ഡെഫിനിഷൻ തന്നെ നല്ലൊരു ടെർമിനോളജി തന്നെ മാറ്റുകയാണ് നല്ലത്. അതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പറയുള്ളൂ, ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയില്ല. ചില ബുക്കുകളിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നും കൂടെ പറയും. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു റിവറിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്ന എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, റിവറിൽ വാട്ടർ ഫ്ലോ ചെയ്യാണ്, നമ്മളടുത്തൊരു സർക്കുലാർ ലൂപ്പ് ഉണ്ട്. ഓക്കെ, റിവറിൽ വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളടുത്തൊരു സർക്കുലർ റിങ് അല്ലെങ്കിൽ ലൂപ്പ് ഉണ്ട്. ഈ ലൂപ്പ് നമ്മൾ റിവറിൻ്റെ ഡയറക്ഷനിൽ തന്നെ, റിവറിൻ്റെ വാട്ടറിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ വെക്കുക ലൂപ്പ്. അപ്പോൾ മാക്സിമം റിവർ വാട്ടർ അതിൻ്റെ അകത്ത് കൂടെ പാസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ലൂപ്പിനെ പതുക്കെ തിരിച്ച് കുറച്ചൊരു ആംഗിളിൽ തിരിച്ച് വെച്ചാൽ അത്ര തന്നെ റിവർ വാട്ടർ അതിലൂടെ പാസ് ചെയ്യില്ല. ഇങ്ങനെ റിവറിൻ്റെ ഫ്ലോക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വെച്ചാൽ ഒരു രീതിയിലും അതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇതിനാണ് റിവർ വാട്ടർ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ള ടേംസ് യൂസ് ചെയ്യാണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളതിൻ്റെ ഒരു വേഗ് ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് ത്രൂ എ ഗിവൺ ഏരിയ. ഒരു തന്നിരിക്കുന്ന ഏരിയയിൽ എത്ര ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യണം എണ്ണുക. പക്ഷേ ഈ എണ്ണം എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോന്നാണ് കിട്ടുക, കാരണം ഓരോരുത്തർ വരക്കുന്നതിനനുസരിച്ച്. അതുകൊണ്ട് തന്നെ അതൊരു കറക്റ്റ് ഡെഫിനിഷൻ അല്ല. പക്ഷേ എങ്കിൽ പോലും അത് നല്ലൊരു ഫീല് നമുക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ഡെഫിനിഷനായിട്ടല്ല ഇത് എഴുതുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ്, ഇലക്ട്രിക് ഫ്ലക്സ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ്, passing through a given area. ഓക്കെ, ഇത് ഈ ഒരു ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിനെ സൂചിപ്പിക്കുക. ഏത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ കൺസെപ്റ്റിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് അതിൽ ഏരിയനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകും. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഏരിയ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഏരിയ എന്നുള്ളത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കുക എപ്പോഴും. അപ്പോൾ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യണം. ഏരിയ വെക്റ്റർ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ആ ഏരിയ വെക്ടറിൻ്റെ വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിലേക്ക് പോകാം. ഏരിയ വെക്ടറിന് വെക്ടർ എ എന്ന് കാണിക്കാൻ ഞാനിവിടെ വെക്ടർ എസ് എന്ന് കാണിക്കാം. ഏരിയ വെക്ടർ എസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഏരിയ എന്നുള്ളത്? ഏരിയ ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, ദാറ്റ് വെക്ടർ ക്വാണ്ടിറ്റി ഈസ് ഡയറക്റ്റഡ്. നമുക്ക് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം, ഡയറക്ഷൻ മാത്രമേ നമുക്ക് അറിയാത്തുള്ളൂ. നമുക്ക് ഓരോരോ സാധനങ്ങളുടെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി കണ്ടത് മാത്സിലും ഒക്കെ ആയിട്ട് നമുക്ക് അറിയുന്ന പരിചയമുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ, ഏരിയ വെക്ടർ ഈസ് ഡയറക്റ്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഔട്ട്വേർഡ് നോർമൽ. ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിലാണ് ഔട്ട്വേർഡിന് ഇമ്പോർട്ടൻസ് ഉള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഏരിയ വെക്ടർ ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഔട്ട്വേർഡ് നോർമൽ. ഔട്ട്വേർഡ് ഇപ്പോൾ ഇതാണ് സർഫസ്, അപ്പോൾ അതിന് പുറത്തേക്ക് വരുന്ന നോർമൽ ആയിട്ടുള്ള ഒരു വെക്ടറാണ് ഏരിയ വെക്ടർ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഡയറക്റ്റഡ്. അതിൻ്റെ ഡയറക്ഷൻ മാത്രമല്ലേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ആസ്
ഔട്ട്വേർഡ് നോർമൽ ഫ്രം എ സർഫസ്. ഔട്ട്വേർഡ് നോർമൽ ഫ്രം എ സർഫസ്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ഏരിയയാണ്, ഒരു റിങ്ങിനെ പോലത്തെ ഏരിയയാണ്. അതിൽ നിന്ന് ഔട്ട്വേർഡ് നോർമലായിട്ടെന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് ഈ ഏരിയ വെക്ടർ വരിക. ഓക്കെ, ഇങ്ങനെ താഴെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഏരിയ, അതിന് നോർമലായിട്ടാണ് ഏരിയ വെക്ടർ വരിക. ഓക്കെ, ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ഏരിയ, അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഏരിയ വെക്ടർ വരിക. അപ്പോൾ ഈ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻസ് എപ്പോഴും ഒരു സർഫസിൽ നിന്ന് ഔട്ട്വേർഡ് നോർമലായിട്ടാണ് ഡയറക്റ്റ് ചെയ്യുക എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ. ഓക്കെ, ഇനി ഏരിയ വെക്ടർ വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷൻ പറയാൻ പറ്റും. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ പറയാൻ പോണത്. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സർഫസ് നമുക്ക് ചെറിയ സർഫസാണ് ഞാൻ എടുക്കുന്നത്. ത്രൂ എ സർഫസ് ds ഈസ് ഡിഫൈൻഡ് ആസ്, ഞാൻ ഇലക്ട്രിക് ഫ്ലക്സിന് നമ്മൾ ഇവിടെ തന്നെ ഞാൻ എഴുതാണ്, ഫൈ എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ശരിക്കും ഫൈ താഴെ എന്നും കൂടെ കാണിക്കണം. ഇലക്ട്രിക് ഫ്ലക്സ് ആണെന്ന് കാണിക്കാൻ നമ്മൾ, കാരണം മാഗ്നറ്റിക് ഫ്ലക്സിനെ കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് ഇലക്ട്രിക് ഫ്ലക്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഫൈ എന്നും കൂടെ താഴെ വേണം ശരിക്കും, പക്ഷേ ഫൈ മതി. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സർഫസ് ds എന്ന സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഈസ് ഡിഫൈൻഡ് ആസ് ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു E ഡോട്ട് ds. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഡിഫൈൻഡ് ആസ് E ഡോട്ട് ds. ഏതുപോലെ വർക്ക് ഡൺ ഈസ് ഡിഫൈൻഡ് ആസ് F ഡോട്ട് ds എന്ന് പറയുന്ന പോലെ. ഈ ds തന്നെ എടുക്കാനുള്ള റീസൺ, ഇലക്ട്രിക് ഫ്ലക്സ് ഓരോ പോയിന്റിലും കോൺസ്റ്റന്റ് ആവണമെന്നില്ല. പിന്നെ എല്ലാ പോയിന്റിലും ഒരേപോലെ ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ഏരിയയിലും, ഇപ്പം നമ്മളിപ്പോൾ ഈ ഏരിയയിൽ പോകുമ്പോൾ ഇവിടത്തെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് സെയിം ആവണമെന്നില്ല. ഓക്കെ ആണോ? അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് നമ്മൾ എടുക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക എന്നുള്ള കൺസെപ്റ്റാണ് മനസ്സിലാക്കേണ്ടത്. അത് എന്തുകൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് റിവർ വാട്ടർ ഫ്ലോ ചെയ്യുന്ന കേസ് പോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും എസ്സും ഇപ്പോൾ ഒരേ ഡയറക്ഷനിലാവും അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും എസ്സും ഒരേ ഡയറക്ഷനിലാണ് ആവുക. അപ്പോൾ മാക്സിമം ഫ്ലക്സ് ആണ് ഇതിലൂടെ കവർ ചെയ്യുക. ഇനി ഇവിടുത്തെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും എസ്സും പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫീൽഡ് ലൈൻ പോലും ഇതിൻ്റെ അകത്ത്, ഈ ഏരിയൻ്റെ അകത്ത് കൂടെ കടന്നു പോകില്ല. ഇവിടുത്തെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും എസ്സും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അക്രോസ് ഉള്ള മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ ഡോട്ട് ds ആണ് വരും. അതുകൊണ്ടാണ് ഈ ഡോട്ട് ds വരുന്നത്. അതിനെ എങ്ങനെ നമ്മൾ എഴുതാം? E ഇൻറ്റു ds ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, കൺസെപ്റ്റിലേക്ക് നമുക്ക് ഇങ്ങനെ ഇറങ്ങി വരാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷനാണ് പഠിച്ചത്. ഒരു ചെറിയ സർഫസ് dsലൂടെ ഉള്ള ഫ്ലക്സ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ ഡോട്ട് ds. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഇവിടെ എന്നുള്ളതുകൊണ്ട്, ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഉള്ളതെന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും. ഫ്ലക്സ് എന്നുള്ളത് സ്കാലാർ ആണോ വെക്ടർ ആണോ? രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റിയതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. അപ്പോൾ എന്തുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് എ സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് വരെ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആയത്? ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ ഡോട്ട് പ്രൊഡക്റ്റ് ഓർ സ്കാലാർ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. എന്താ റീസൺ? ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റായിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അതിന് ശേഷം നമുക്ക് യൂണിറ്റ് ഡയമെൻഷനൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ യൂണിറ്റ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ കൂളം. ഓക്കെ, ഏരിയൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മളിതിനെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം എന്നാണ് ഇതിൻ്റെ യൂണിറ്റ് ആയിട്ട് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2ൽ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു യൂണിറ്റും കൂടെ ഡിസ്കസ് ചെയ്യും. അതിപ്പോൾ തന്നെ പഠിച്ചു വെക്കുക.
വോൾട്ട് മീറ്റർ. വി എം എന്ന് കാണിച്ചാൽ മതി, അതിന് ഇടയിൽ ഹൈഫൻ്റെ ആവശ്യമില്ല, വി എം. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം ഓർ വോൾട്ട് മീറ്റർ എന്നുള്ളതാണ് ഫ്ലക്സിൻ്റെ യൂണിറ്റ്. ഇനി നമുക്ക് ഡയമെൻഷനിലേക്ക് പോകാം. ഓക്കെ, ഡയമെൻഷനിലേക്ക് പോകാം. എന്തായിരുന്നു ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡയമെൻഷൻ? എങ്ങനെ നമ്മൾ എഴുതുക? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു ഡി എസിൻ്റെ ഡയമെൻഷൻ, അല്ലെ, ഇൻറ്റു ഏരിയൻ്റെ ഡയമെൻഷൻ, അങ്ങനെ എഴുതാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ നമുക്ക് നേരിട്ട് തന്നെ പഠിച്ചതാണ്. അറിയില്ലെങ്കിൽ നമുക്ക് ഫോഴ്സ് ബൈ ചാർജ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിനെ എടുക്കാം, ഇൻറ്റു ഡി എസിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നിൻ്റെ ഡയമെൻഷൻ നോക്കി നോക്കാം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ ടി റേസ് ടു -2 ബൈ ചാർജിൻ്റെ ഡയമെൻഷൻ എ ടി ഇൻറ്റു ഡി എസിൻ്റെ ഡയമെൻഷൻ എൽ സ്ക്വയർ, അല്ലേ, ഏരിയ ആയതുകൊണ്ട് എൽ സ്ക്വയർ. ഇനി കമ്പൈൻ ചെയ്യാം. എം എൽ സ്ക്വയർ എല്ലും കൂടെ എൽ ക്യൂബ്, ടി റേസ് ടു -2 ടിയും കൂടെ വരുമ്പോൾ ടി റേസ് ടു -3, ഇത് മേലേക്ക് വരുമ്പോൾ എ റേസ് ടു -1. ഇതല്ലേ മക്കളെ ഫൈൻ്റെ ഡയമെൻഷൻ വരിക. അപ്പോൾ ഡയമെൻഷനും യൂണിറ്റും നമ്മൾ മനസ്സിലാക്കി. യൂണിറ്റ് എന്തായിരുന്നു? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം ഓർ വോൾട്ട് മീറ്റർ. ഇതിൻ്റെ ഡയമെൻഷൻ എം എൽ ക്യൂബ് ടി റേസ് ടു -3 എ റേസ് ടു -1. ഓക്കെ, ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ എന്നുള്ള യൂണിറ്റ് ഒരാൾക്കുണ്ട് 1/4πε0. അപ്പോൾ ε0ൻ്റെ യൂണിറ്റും ഡയമെൻഷൻ നമ്മൾ പഠിച്ചപ്പോൾ നേരെ എം റേസ് ടു -1 അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ വാല്യൂസ് ഡിഫറെൻ്റ് ഉണ്ട്, കാരണം അവിടെ കൂളം സ്ക്വയർ ഉണ്ട്. പക്ഷേ അത് കമ്പാരിസൺ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് പഠിച്ചു വെച്ചാൽ തന്നെ മതി. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പഠിച്ചത്? ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ കേസാണ്. അപ്പം അതിൽ ഞാനിപ്പോൾ നേരത്തെ വരച്ച 3 ടൈപ്പ് ഏരിയാസ് ഒന്നും കൂടെ വരക്കണം. അപ്പോൾ ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കാനാണ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് ഉള്ളതെന്ന് എനിക്കറിയാമെന്ന് വിചാരിക്കാം. ഒരു റീജിയൻ ഉണ്ട്, ആ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എപ്പോഴും ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഭാഗത്തും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇങ്ങനെയാണ്, ഈ ഭാഗത്തും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇങ്ങനെയാണ്, ഈ ഭാഗത്തും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇങ്ങനെയാണ്. ഓക്കെ, ഇനി എസിൻ്റെ ഡി എസിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ എസിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ കേസിൽ ഔട്ട്വേർഡ് നോർമലാണ്, അപ്പോൾ ഇങ്ങനെയാണ് എസിൻ്റെ ഡയറക്ഷൻ. ഇവിടുത്തെ കേസിൽ ഔട്ട്വേർഡ് നോർമലാണ്, എസിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ ഇയും എസും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട്, അല്ല, ഇയും എസും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ കേസിൽ ഫൈ ഈസ് മാക്സിമം. കാരണം എന്താ? ഇ ഡോട്ട് എസ്, അല്ലേ, ഡി എസിന് പകരം ഇവിടെ എസ് തന്നെയാണ്. ഇ ഡോട്ട് എസ് ഒരേ സെയിം ആംഗിൾ 0 ആയതുകൊണ്ട് അത് എന്തെന്നായിട്ട് മാറും? ഇ എസ് കോസ് 0, അല്ലേ, തീറ്റ രണ്ടാൾ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? കോസ് 0. അപ്പോൾ ഇ എസ് എന്നായിട്ട് മാറും. ഇനി ഇവിടുത്തെ കേസിൽ ഫൈ ഈസ് 0. എന്താ 0 ആവാൻ കാരണം? ഇതിന് ഫൈ എന്നുള്ളത് ഇവിടെ ഇയും എസും ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണ്, ഫൈ ഈസ് 0 ഇവിടുത്തെ കേസിൽ. ഇവിടുത്തെ കേസിൽ ഫൈ എന്നുള്ളത് ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടും എസ് ഇങ്ങനെയാണ്, അപ്പോൾ ഫൈ എന്നുള്ളത് ഇതൊരു ആംഗിൾ ഉണ്ട്, അല്ലേ, അപ്പോൾ ഫൈ എന്നുള്ളത് ഇ എസ് കോസ് തീറ്റയാണ് വരും. അപ്പോൾ ഈ ഒരു കേസ്, ഈ ഒരു സംഭവമാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇങ്ങനൊരു ധാരണ വേണം, എൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട് എന്നുള്ള ധാരണ വേണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസിൽ ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ ഒരു എൻറ്റയർ സർഫസ് ഉണ്ട്, ഒരു സർഫസ് ഉണ്ട്, ആ സർഫസിൽ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കേസ് വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ സർഫസ്. മൊത്തത്തോടെ ലോകത്ത് മുഴുവൻ കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറയണില്ല, ത്രൂ ഔട്ട് ദ സർഫസ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലക്സിനെ നമുക്ക് ഇ ഡോട്ട് ഡി എസ് എന്നുള്ളതിന് പകരം ആ ഡി മാറ്റി എസ് തന്നെ ആക്കാം. കാരണം എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം തന്നെയാണ്, അപ്പോൾ ഇ ഡോട്ട് എസ് തന്നെ ആക്കാം. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ചെയ്തത്. ത്രൂ ഔട്ട് സർഫസ് ഇ തന്നെയാണ് സെയിം, അതുകൊണ്ട് യൂണിഫോം ആകുമ്പോൾ നമുക്ക് ഇ ഡോട്ട് എസിനെ ഇ എസ് തന്നെ എഴുതാം. അപ്പോൾ അല്ലെങ്കിൽ ഓവർ എ സർഫസ് ഫ്ലക്സിന് എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഫൈ ഈക്വൽ ടു നമുക്ക് ഒരു സ്ഥലത്ത് ഇ ഡോട്ട് ഡി എസ് അറിയാം, അങ്ങനെ എല്ലാ സ്ഥലത്തും ഈ വേറെ വേറെയാണ്. ഓരോ പോയിന്റിൽ ഈ വേറെ, ഏത് ഡയറക്ഷനും വേറെയാണ്, മാഗ്നിറ്റ്യൂഡും വേറെ എന്ന് വിചാരിക്കാം.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? നമുക്കറിയാം E.ds ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. സം എടുക്കുകയാണ് വേണ്ട, പക്ഷേ സം എടുക്കാൻ നമുക്ക് ഡിസ്ക്രീറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. എല്ലാ സ്ഥലത്തും കൂടെ വേറെ വേറെ ആകുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും E.ds. ഇനി ചിലത് ക്ലോസ്ഡ് സർഫസ് ആയിരിക്കും. അപ്പോൾ ഒരു മോസ്റ്റ് ജനറൽ അതാണ്, നമ്മൾ ഓപ്പൺ സർഫസ് ആണെന്നില്ല, ഒരു ക്യൂബോ അല്ലെങ്കിൽ സ്ഫിയറോ അങ്ങനെ ക്ലോസ്ഡ് സർഫസ് ആയിരിക്കും. ഓവർ എ ക്ലോസ്ഡ് സർഫസ് അല്ലേ? ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഫ്ലക്സ് എങ്ങനെ എഴുതാൻ പറ്റുക? ക്ലോസ്ഡ് ആണ് മൊത്തത്തോടെ, സർഫസ് തന്നെ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇങ്ങനെ തന്നെ കാണിക്കുക. ക്ലോസ്ഡ് സർഫസ്, ഇവിടെയും സർഫസിലൂടെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. ഇവിടുത്തെ കേസിൽ ഇത് എഴുതണേ സർഫസിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഒരു സർഫസ് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ E.ds എഴുതേണ്ടി വരും, ക്ലോസ്ഡ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ. ഇതാണ് മോസ്റ്റ് ജനറൽ കേസ്. ഇത് ക്ലോസ്ഡ് സർഫസ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഓപ്പൺ സർഫസ് ആണെങ്കിൽ. ഈ ഓപ്പൺ സർഫസിൽ തന്നെ ഈ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇങ്ങനെ എഴുതാം. ആ ഓപ്പൺ സർഫസിലൂടെ നീളം ഈ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ വേരിയേഷൻസ് അറിയണം, എന്നാൽ മാത്രമേ ഗോസസ് തിയറം വരുമ്പോൾ നമുക്ക് ഫ്ലക്സിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വേരിയേഷൻസ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ശരിക്കും ഒരു ചെറിയ ഭാഗത്ത് ആണെങ്കിൽ ഈ എന്തായാലും കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ E.ds എപ്പോഴും എഴുതാം. മൊത്തം സർഫസ് എടുക്കുമ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത് ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ക്ലോസ്ഡ് സർഫസ്, ഈ ക്ലോസ്ഡ് എന്ന് കാണിക്കാനാണ് ഈ വട്ടം. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ചെയ്യണം E.ds. ആ സർഫസിലുടനീളം നമ്മൾ ആ സർഫസിന് തന്നെ ഷേപ്പ് ഉണ്ടാവും, ആ ഷേപ്പ് വെച്ച് ഇൻ്റഗ്രേഷൻ മാറും. അപ്പോൾ ആ ഇൻ്റഗ്രേഷൻ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത്. ആ ഷേപ്പ് വെച്ചിട്ട് E.ds വരും. ഒക്കെ ക്ലോസ്ഡ് സർഫസ്, ഇവിടെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും, അതാണ് സർഫസിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, സർഫസ് ഇൻ്റഗ്രൽ. ഓക്കെ, E.ds ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ E.ds ചെയ്താലാണ് ഫ്ലക്സ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ കാരണം ഈ ജസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. അല്ലാത്ത കേസുകൾ വരുമ്പോൾ ഈ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം യൂണിഫോം അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷേ ഈ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലിനെ ട്രിപ്പിൾ ഇൻ്റഗ്രലാക്കി മാറ്റിയിട്ട് ഗോസ് ഒരു തിയറം പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലിനെ ട്രിപ്പിൾ ഇൻ്റഗ്രലാക്കി മാറ്റും. ആ ട്രിപ്പിൾ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കേസിൽ അതൊരു സിമ്പിൾ എക്സ്പ്രഷനായിട്ട് മാറും, ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഡയറക്റ്റ് ഫോർമുല, ഇൻ്റഗ്രേഷൻ ഇല്ലാതെ ഒരു ഡയറക്റ്റ് ഫോർമുല കാൽക്കുലേറ്റ് ചെയ്താണ് ഗോസസ് തിയറം. ആ ഗോസസ് തിയറം നമുക്ക് അടുത്ത ടോപ്പിക്കിലാണ് പറയാനുള്ളത്. അതിന് മുമ്പ് ഈ ഫ്ലക്സിൻ്റെ 1-2 കേസും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. ഈ എക്സാമ്പിൾ യൂഷ്വലി ഇങ്ങനെ ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ എക്സാമ്പിൾ തന്നെ ഒരു കേസായിട്ട് എടുക്കുന്നത്. നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസ് എടുക്കുകയാണ്. 3 ഡയമെൻഷണൽ സ്പേസ്, എക്സ് ആക്സസ്, വൈ ആക്സസ്, സെറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ആ സെറ്റിനെ ഞാനിങ്ങനെ കാണിക്കാം, സെറ്റ് ആക്സസ്. ഞാൻ ഒരു ക്യൂബിനെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഈ ആക്സിസിലൂടെ ഉള്ള ഒരു ക്യൂബിനെ കൺസിഡർ ചെയ്യാണ്. ആ ക്യൂബിനെ ഈ ഭാഗത്തൊരു സ്ക്വയർ ഉണ്ടാവും, ഈ ഭാഗത്തൊരു സ്ക്വയർ ഉണ്ടാവും, അല്ലേ? ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടാവും. എക്സാക്റ്റിലല്ല വരക്കുന്നത്, ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടാവും. ഇപ്പോൾ ഒരു ക്യൂബ് ഫോം ചെയ്യും. അല്ലേ? അപ്പോൾ ക്യൂബ് ഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ക്യൂബിൻ്റെ സൈഡ് എ ആണെന്ന് വിചാരിക്കും. അപ്പോൾ സൈഡ്സ് എല്ലാം എ ആണ്. ഞാൻ 2-3 സ്ഥലത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ. എല്ലാ സൈഡും എ ആണ് ക്യൂബിൻ്റെ. അപ്പോൾ ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ആണ്. ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ എക്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഞാനതിനെ എക്സ് ഡയറക്ഷനിലായതുകൊണ്ട് അതിന് വാല്യൂ ഉണ്ടാവും, അതിനൊരു ഡയറക്ഷനും ഉണ്ടാവും. അപ്പോൾ E0I എന്ന് കാണിക്കാം. ഞാൻ ഏറ്റവും സിമ്പിൾ എക്സാമ്പിളാണ് കാണിക്കുന്നത്, കാരണം ഇതൊരു മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് ജനറലി E1I പ്ലസ് E2J പ്ലസ് E3K എന്നുള്ള ഫോമിലാവണം. പക്ഷേ ഞാൻ അതിനെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കേസായിട്ട് ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിലാണെന്ന് കാണിക്കണം, E0I. എനിക്കറിയേണ്ടത് ഇതിൽ ഓരോ ഫേസിലൂടെയുള്ള ഫ്ലക്സ് എത്രയെന്നാണ് അറിയേണ്ടത്. ഓക്കെ, അതൊരു നല്ലൊരു എക്സസൈസ് ആയിരിക്കും, ഓരോ ഫേസിലൂടെയുള്ള ഫ്ലക്സ് എത്രയെന്ന് അറിയാം.
അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫേസ് എടുക്കാം. ഇതിൽ മൊത്തത്തോടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഫേസ് എടുത്താൽ ഓക്കെ, അതായത് ഞാൻ പേരിടാണ് എ ബി സി ഡി ആണ് ഈ ഫേസ്. ബാക്കി ഇ എഫ് ജി എച്ച് ആണ് രണ്ടാമത്തെ ഈ ഫേസ്. അങ്ങനെ 6 ഫേസസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഫ്ലക്സ് ത്രൂ എ ബി സി ഡി ആണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഫേസ്. നോക്കുക, ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഇൻ്റഗ്രേഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഇ ഡോട്ട് എസ് ചെയ്യാം. പക്ഷേ ഈ എസിൻ്റെ ഡയറക്ഷനാണ് നമുക്ക് അറിയേണ്ടത്. എപ്പോഴും ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ ഔട്ട്വേർഡ് നോർമലാണ്, മനസ്സിലാകട്ടോ, അതിന് പുറത്തേക്ക് പോകുന്ന നോർമലാണ് ഏരിയൻ്റെ ഡയറക്ഷൻ വരിക. അപ്പോൾ ഇതാണ് എസ് ഞാൻ എ ബി സി ഡി എന്ന് കാണിക്കുകയാണ്. എ ബി സി ഡിൻ്റെ എസ് ഇതാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ കേസിൽ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് E0I തന്നെയാണ്. E0I ഡോട്ട് എസ് എന്നുള്ളത് ഏതൊരു സർഫസ് എടുത്താലും അതിൻ്റെ ഏരിയ എ സ്ക്വയർ ആണ്, ക്യൂബിൻ്റെ അല്ലേ. ഏതൊരു സർഫസ് എടുത്താലും അതൊരു സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ സ്ക്വയർ ആണ്. പക്ഷേ ഡയറക്ഷൻ എക്സിൻ്റെ ഓപ്പോസിറ്റ് അല്ല ഇത്. നമുക്ക് ക്യൂബ് ഇങ്ങനെയാണ്, എക്സിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഏരിയ വെക്ടർ ഉള്ളത്, എസ് എ ബി സി ഡി ഉള്ളത്. സോ അതിൻ്റെ ഡയറക്ഷൻ -I ആണ്. അപ്പോൾ ഫ്ലക്സ് ത്രൂ എ ബി സി ഡി എന്ന് പറയുന്നത് -E0A² ആണ്. I ഡോട്ട് ഐ അല്ലേ, -E0A² ആണ്. ക്ലിയർ ആയിട്ടോ? അപ്പോൾ 5 ABCD നമ്മൾ കണ്ടുപിടിച്ചു. ബാക്കി നിങ്ങൾ പോസ് ചെയ്തിട്ട് ബാക്കി ഫേസസിൻ്റെ ഒക്കെ കണ്ടുപിടിക്കുക. ഞാൻ അടുത്തതായിട്ട് ABGH ചെയ്യാണ്. അപ്പോൾ 5 ABGH സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് എസ് തന്നെയാണ്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡിന് ഒരു മാറ്റവും ഇല്ല ഇവിടെ, എല്ലായിടത്തും സെയിം ആണ്. സോ E0I തന്നെയാണ് ഡോട്ട്. ഇവിടെ ABGH ആയതുകൊണ്ട് ഇതിന്ന് ഔട്ട്വേർഡ് നോർമൽ ഇങ്ങനെയാണ് വരിക അല്ലേ. ഇതാണ് ഇവിടുത്തെ എസ് വരിക, SABGH. അപ്പോൾ ഈ ABGHൻ്റെ എസ് Y ഡയറക്ഷനിലായതുകൊണ്ട് ഇതിനെ എനിക്ക് A² തന്നെയാണ് അതിൻ്റെ ഇത്, പോസിറ്റീവ് Y ഡയറക്ഷൻ ആയതുകൊണ്ട് A²J. ഇപ്പോൾ E0I ഡോട്ട് A²J അങ്ങനെ വരുന്നതുകൊണ്ട് ഇത് 0 ആണ് വരിക. കാരണം I ഡോട്ട് J പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്, 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും എസ്സും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫ്ലക്സ് 0 ആണെന്നുള്ള കൺസെപ്റ്റ് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള CDEFലും ഇതന്നെയല്ലേ അവസ്ഥ, നോർമൽ ഇങ്ങോട്ടും അങ്ങോട്ടും. സോ ഞാൻ അങ്ങനെ തന്നെ ഇതിനെഴുതി 5 CDEF ചെയ്താലും നിങ്ങൾക്ക് 0 തന്നെയാണ് കിട്ടുക സിമിലർലി അല്ലേ. ഇനി ഞാൻ കൺസിഡർ ചെയ്യാൻ പോണത് AHED എന്ന ഫേസാണ്. 6 ഫേസിന് ഇപ്പോൾ 3 നമ്മൾ കണ്ടുപിടിച്ചു. AHED കൺസെപ്റ്റ് ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കണം. ഈ AHED എന്ന ഫേസാണ് ഞാൻ കൺസിഡർ ചെയ്യണത്. അപ്പോൾ ഈ AHED എന്ന ഫേസിൻ്റെ പ്രത്യേകത അതിൻ്റെ ഔട്ട്വേർഡ് നോർമൽ പുറത്തേക്കാണ് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഔട്ട്വേർഡ് നോർമൽ Z ഡയറക്ഷനിലാണ്. അപ്പോൾ E0Iക്ക് ഒരു വ്യത്യാസമില്ല. ഇയാളുടെ കേസിൽ A²K ആണ് വരിക. I ഡോട്ട് കെയും 0 അല്ലേ, പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഇതിനും 0 ആണ് ആൻസർ വരിക. അപ്പം അങ്ങനെയാണെങ്കിൽ 5 BGFC എന്തായിരിക്കും? 5 BGFC എന്തായിരിക്കും? BGFCൻ്റെ കേസിൽ ഔട്ട്വേർഡ് നോർമൽ ആ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിലും Kൻ്റെ -K ആണ്. മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും പെർപെൻഡിക്കുലർ തന്നെയല്ലേ. K ആണെന്നുണ്ടെങ്കിൽ I ഡോട്ട് K 0 തന്നെയാണ് വരും. ഇനി നമ്മുടെ അടുത്ത് നോക്കാം, 1 2 3 4 5 ഫേസ് നമ്മളെടുത്തു. ഇനി ഒരു ഫേസാണ് ബാക്കിയുള്ളത്, അത് EFGH. അതിൻ്റെ കേസിലും E0Iക്ക് ഒരു വ്യത്യാസമില്ല. ഇനി ശ്രദ്ധിക്കുക, ഇവിടുത്തെ കേസിൽ ഔട്ട്വേർഡ് നോർമൽ ഇതല്ലേ SEFGH, അത് പോസിറ്റീവ് X ഡയറക്ഷനിലല്ലേ. അപ്പോൾ A²I തന്നെയാണ് വരിക. അപ്പോൾ 0 ആവില്ല, കാരണം രണ്ടും I ആണ്. സോ E0A². ഓക്കെ, E0A². അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്ലക്സിനെ നമ്മൾ എഴുതുക. അപ്പോൾ -E0A² ഇവിടെയും +E0A² ഇവിടെയും.
നിങ്ങൾക്ക് കൃത്യമായിട്ട് പെർപെൻഡിക്കുലർ ആണ് ഫ്ലക്സ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് അറിയെങ്കിൽ, പെർപെൻഡിക്കുലർ ആണ് ഫീൽഡ് ലൈൻസ് എന്ന് അറിയെങ്കിൽ നേരിട്ട് അതിന് ഈ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ആ ഏരിയക്ക് സർഫസിന് പെർപെൻഡിക്കുലർ, ഏരിയക്കല്ല സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകണമെന്ന് ജസ്റ്റ് ആ ഏരിയ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ചെയ്താൽ മതി. പക്ഷേ ആർക്ക് പ്ലസ് കൊടുക്കണം, ആർക്ക് മൈനസ് കൊടുക്കണം? ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിൻ്റെ അകത്തേക്ക് വരുന്ന ഫ്ലക്സിന് നമ്മൾ നെഗറ്റീവാണ് കൊടുക്കുക. കാരണം നെഗറ്റീവ് ആയി, നമുക്കറിയാം. അത് പുറത്തേക്ക് പോണ ആളെ പോസിറ്റീവാണ് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ കൺസെപ്റ്റുകൾ കുറേയാണ്. ഈ ഒരൊറ്റ എക്സാമ്പിൾ ചെയ്തപ്പോൾ പെർപെൻഡിക്കുലർ ആകുമ്പോൾ 0 ആയി അല്ലേ, പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത് ഇയും എസ് പെർപെൻഡിക്കുലർ ആവുന്ന സമയത്തൊക്കെ 0 ആയി. ഇതിൽ സെയിം ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ള കേസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ആ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ള കേസുകളാണ് ഇത് രണ്ടും. ഓക്കെ, പക്ഷേ ഇതിൽ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവാണ്. അപ്പോൾ ഈ നെഗറ്റീവ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അത് ആ ക്ലോസ്ഡ് സർഫസിലേക്ക് അകത്തേക്കാണ്. ഈ പോസിറ്റീവ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇത് ആ ക്ലോസ്ഡ് സർഫസിൽ നിന്ന് പുറത്തേക്കാണ്. അത്രേ സൂചിപ്പിക്കണുള്ളൂ. അപ്പോൾ ഫ്ലക്സിന് നെഗറ്റീവ് ആവാം, സ്കേലറാണ്, നെഗറ്റീവ് ആവാം. ഇയാൾക്ക് പിന്നെ പോസിറ്റീവും ആവാം, 0 ആവാം. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അകത്തേക്ക് വരികയാണ് ഫ്ലക്സ്, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോവാണ് ഫ്ലക്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ സർഫസിലൂടെ പോകുന്ന നെറ്റ് ഫ്ലക്സ് എത്രയെന്ന് ഒരാൾ ചോദിച്ചാൽ ഇതെല്ലാം കൂടി കൂട്ടുക. അപ്പോൾ ഇതും കൂടെ ക്യാൻസൽ ചെയ്യൂലേ? നെറ്റ് ഫ്ലക്സ് 0 ആണ്. പറഞ്ഞാൽ മനസ്സിലാവണം. അല്ലാതെ നെറ്റ് ഫ്ലക്സ് E0A² ആണെന്ന് അല്ലെങ്കിൽ 2E0A² ആണെന്നൊന്നും പറയരുത്. അപ്പോൾ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് ചോദിച്ചാൽ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് ചോദിച്ചാൽ എല്ലാ ഫ്ലക്സും കൂടെ ആഡ് ചെയ്യുക. 5ABCD പ്ലസ് 5FGH പ്ലസ് എക്സെട്ര എല്ലാം ആഡ് ചെയ്യുക. എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് E0A² മൈനസ് E0A² എന്ന് മാത്രം കിട്ടും. കാരണം ബാക്കിയൊക്കെ 0 ആണ്. രണ്ടും കൂടെ കൂട്ടിയിട്ട് 0 ആണ് കിട്ടുക. അപ്പോൾ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് 0 ആണ് കിട്ടുക, ഈ സൈൻ കൺവെൻഷനുള്ളതുകൊണ്ട്, സൈൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഫ്ലക്സിൻ്റെ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് തറോ ആക്കാൻ വേണ്ടി 1-2 പ്രാവശ്യം കൂടെ ഈ എക്സാമ്പിളും അതിനെപ്പോലെ ഇതിൻ്റെ വേരിയൻ്റ് എക്സാമ്പിൾസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഗോസസ് തിയറത്തിലേക്ക് നല്ല പ്രിപ്പയർഡ് ആവും. അപ്പോൾ നമുക്ക് ഗോസസ് തിയറം എന്താണെന്നുള്ളത് അടുത്ത പാർട്ടായിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.